Queridos jóvenes, también Dios se fija en ustedes y los llama, y cuando lo hace, está mirando todo el amor que son capaces de ofrecer. Como la joven de Nazaret, pueden mejorar el mundo para dejar una huella que marque la historia, la de ustedes y la de muchos. La Iglesia y la sociedad los necesitan. Con sus planteos, con el coraje que tienen, con sus sueños e ideales, se caen los muros del inmovilismo y se abren caminos que nos llevan a un mundo mejor, más justo, menos cruel y más humano. കൺവെൻഷൻ പന്തലിലോ ധ്യാന കേന്ദ്രങ്ങളിലോ എങ്ങും പോയിട്ടില്ല മക്കളെ. മദ്യലഹരിയിലും മയക്കുമരുന്ന് ലഹരിയിലും എല്ലാം ആയിരുന്നു കൊണ്ട് യേശുവെ രക്ഷിക്കാവോ എന്ന് വിളിച്ചപ്പം ഇറങ്ങി വന്ന നേരിട്ട അനുഭവമാണ് നിങ്ങളുടെ മുന്നിൽ ദൈവമായ കർത്താവിനെ എത്തിച്ചത്. നിങ്ങൾക്കറിയാവോ, ദുബായില് റോട്ടിക്കോടെ നടക്കുമ്പം ആരെ കണ്ടാലും ഞാൻ വിളിച്ചു പറയുമായിരുന്നു, യേശു എനിക്ക് കുഞ്ഞിനെ തന്നു. 5.5 വർഷം മക്കളിലായിരുന്നു ഞങ്ങള്. ജീവിതത്തിൽ രാത്രിയിൽ യേശുവെ എന്നെ രക്ഷിക്കാവോ, പുകവലിയും മദ്യപാനവുമാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ പിശാച്, എന്നെ രക്ഷിക്കാവോ കർത്താവെ, കഞ്ചാവാണ് എൻ്റെ പിശാച്, കർത്താവ് എന്നെ രക്ഷിക്കാവോ എന്ന് ചോദിച്ചപ്പോൾ യേശു ഇറങ്ങി വന്ന് രക്ഷിച്ചു. ബ്രദർ, രാവിലെ എൻ്റെ ഭാര്യയ്ക്ക് പ്രഗ്നൻസി പോസിറ്റീവ്, അഡിക്റ്റഡായ ഞാൻ, എനിക്ക് സിഗരറ്റ് വലിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു, എന്നെ ദൈവം മോചിപ്പിച്ചു. ദുബായില് വഴിയിലും ആ ബസ് സ്റ്റോപ്പിലൊക്കെ നിൽക്കുന്നവരരികിൽ നടന്ന് വെയിൽ കൊണ്ട് യേശുവിനെ കുറിച്ച് പറയാൻ തുടങ്ങി. നിങ്ങൾക്കറിയാവോ, 5 മാസം വളരെ സന്തോഷമായിട്ട് ദൈവം നയിച്ചു. പേഷ്യൻറ്റിനെ സ്റ്റെബിലൈസ് ചെയ്യുന്ന കൂട്ടത്തിൽ എൻ്റെ വൈഫിൻ്റെ ഉദരത്തിലായിരുന്ന കുഞ്ഞിരുന്ന ഗർഭപാത്രം റപ്ചറായി. അങ്ങനെ പെട്ടെന്ന് എമർജൻസി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. എൻസർക്കലേജ് എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ ചെയ്തു. കുഞ്ഞ് കിടക്കുന്ന ഗർഭപാത്രത്തിൽ അമിനോട്ടിക് ഫ്ലൂയിഡ് അത് മുഴുവൻ ലീക്കാകാൻ നേരത്തെ ആ കുഞ്ഞിനെ സേവ് ചെയ്യാൻ ചെയ്തൊരു പ്രൊസീജിയറായിരുന്നു. 3 മാസക്കാലം അടുത്ത് ബെഡ് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു. 1 മാസം ആ മകളെ ബെഡിൽ പൂർണ്ണമായിട്ടും റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ് ഡോക്ടർ തന്നു. ആ 1 മാസം ഞാൻ ആ മകളെ പരിചരിച്ചു. ദൈവസ്നേഹം എന്നെ കൊണ്ട് പരിചരിപ്പിച്ചു. ആ മകളുടെ തുണി കഴുകാനും ഭക്ഷണം വെക്കാനും വിളമ്പി കൊടുക്കാനും ദൈവസ്നേഹം എന്നെ കൊണ്ട് പരിചരിപ്പിച്ചു. നിനക്കറിയാവോ, ഒരു സുപ്രഭാതത്തെ രാവിലെ ആ മകൾക്ക് വീണ്ടും ഫ്ലൂയിഡ് ലീക്കായി. പെട്ടെന്ന് ഞാൻ ഓടിച്ചെന്ന് ബൈബിൾ തുറന്നു. ആ ബൈബിളിൽ കിട്ടിയ വചനം ഇതായിരുന്നു, 1 പത്രോസ് 4:12. നിങ്ങളെ പരിശോധിക്കാനായി അഗ്നി പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചാലെന്ന പോലെ പരിഭ്രമിക്കരുത്. 3-4 ദിവസം അടുപ്പിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും വചനപ്പെട്ടിൽ നിന്നും ഈ വചനം തന്നെ കിട്ടുമ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞ് എന്തോ അപ്രത്യക്ഷമായിട്ട് സംഭവിക്കാൻ പോവുക. ദൈവം അതിനു മുമ്പ് ഞങ്ങളെ ബലപ്പെടുത്തുവാണല്ലോ എന്നോർത്ത് തോറത്ത് വായിൽ വെച്ച് കടിച്ചിട്ട് ഞാൻ കരയുമായിരുന്നു. എൻ്റെ ഭാര്യ ഞാൻ കരയുന്ന ശബ്ദം കേൾക്കാതിരിക്കാൻ ഞാൻ തോറത്ത് വായിൽ വെച്ച് കടിച്ചിട്ട് ആ വചനം വായിച്ച് കരഞ്ഞ സമയമുണ്ട്. നിനക്കറിയാവോ, ഒരു പ്രഭാതത്തിൽ രാവിലെ ഫ്ലൂയിഡ് ലീക്ക് ഔട്ടായി.
അങ്ങനെ പെട്ടെന്ന് ഒരു മകൻ വണ്ടിയായിട്ട് വന്ന് 5 പൈസ പോലും ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ ആരൊക്കെയോ സഹായിക്കാൻ ദൈവം ക്രമപ്പെടുത്തി ദുബായ് ലത്തീഫ ഹോസ്പിറ്റലിൻ്റെ ജീവിത പങ്കാളിയായിട്ട് അതിരാവിലെ 3 മണിയായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ അഡ്മിഷൻ റിസീവ് ചെയ്തു. അവർ പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഈ മകളെ അഡ്മിറ്റ് ചെയ്യണം, എത്രയും പെട്ടെന്ന് പ്രൊസീജിയർ എന്തെങ്കിലും ചെയ്യണം, സ്വീച്ചർ റപ്ചർ ആയിരിക്കുകയാണ്, ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യും, എന്തായാലും കുഞ്ഞിനെ സേവ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾ ഓർത്തോണം, അവിടെ ആരും ആശ്വസിപ്പിക്കാനില്ലായിരുന്നു, അവിടെ ആരും അടുത്ത് നിൽപ്പാനില്ലായിരുന്നു. തോറത്ത് പോലും വചനം വായിച്ചിട്ട് വായി വെച്ച് കടിച്ചു പിടിച്ചു നിന്ന് കരഞ്ഞൊരുവനെ സ്വർഗത്തിലെ അപ്പം കണ്ടിട്ടുണ്ടായിരുന്നു. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം ബലപ്പെടുത്തി, എൻ്റെ ജീവിത പങ്കാളിയെ ബലപ്പെടുത്തി, എന്നെ ബലപ്പെടുത്തി. ആ മകളെ അവിടെ അഡ്മിറ്റ് ചെയ്തു. വീണ്ടും അവരൊരുപാട് മെഡിസിൻ നോക്കി. അവസാനം അവർ പറഞ്ഞു, ഞങ്ങൾ അബോർട്ട് ചെയ്യാൻ പോവാണ്, കാര്യം റപ്ചർ ആകുന്നു, ഇനി സ്വീച്ചർ ചെയ്യാൻ പറ്റത്തില്ല, നിൻ്റെ വൈഫിൻ്റെ ജീവിതവും ഒരുപാട് അപകടത്തിലേക്ക് പോകും. സോ നിൻ്റെ വൈഫിൻ്റെ അടുത്ത് ചെന്നിട്ട് നീ പറയണം, ദൈവം ആഗ്രഹിക്കുന്നല്ല, അവളെ ബലപ്പെടുത്തണം. എങ്ങനെയാ പ്രിയപ്പെട്ടവരെ പറയാൻ പറ്റുക? 5.5 വർഷം അച്ഛ പപ്പ എന്ന് വിളി കേൾക്കാത്ത ഞങ്ങളുടെ ജീവിതത്തിൽ 5.5 വർഷം കൊണ്ട് പ്രഗ്നൻസി കിട്ടി 3 മാസം പോലും സന്തോഷത്തോടെ ജീവിച്ച് പ്രതീക്ഷയോടെ ബെഡ് റെസ്റ്റ് എടുക്കുമ്പോഴൊക്കെ ഒരു പ്രതീക്ഷ വെച്ചുകൊണ്ടിരുന്ന ജീവിതത്തിൽ കഴിഞ്ഞ് ആ മകളുടെ അരികിൽ ഞാൻ ചെന്നിട്ട് എങ്ങനെയാ പറയുന്നത്? ഞാൻ ചെന്ന് പറഞ്ഞു, അബോർട്ട് ചെയ്യാൻ എടുത്തിരിക്കുന്ന ടേബിളിൽ കിടക്കുന്ന മകളുടെ അരികിൽ ചെന്ന് ജപമാല കൈക്ക് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, അനില വിഷമിക്കണ്ട കേട്ടോ, മകള് പറഞ്ഞു, ചേട്ടാ വിഷമമില്ല, ഒരുപാട് സ്വപ്നം കണ്ട് ഒരു കുഞ്ഞിനെ കണ്ട മകൾ ആ ബെഡിൽ കിടന്നുകൊണ്ട് പറഞ്ഞു, വിഷമമില്ല ചേട്ടാ, ഡോണ്ട് വറി. 5.5 വർഷക്കാലം മക്കളില്ലാതിരിക്കുന്ന ജീവിതത്തിൽ അബോർട്ട് ചെയ്യാനുള്ള ടേബിളിൽ എങ്ങനെയാ പറയുക? ഞാൻ പറഞ്ഞപ്പാ, നീ എന്നെ തൊട്ടതാ, നീ എന്നോട് സംസാരിച്ചതാ, പിടിച്ചോണേ. അവർ അബോർട്ട് ചെയ്യാനുള്ള എല്ലാ സാമഗ്രികളും ആ ബെഡിൽ അടുപ്പിച്ചു. എന്നോട് അകത്ത് നിൽക്കാമെങ്കിൽ നിന്നോളാൻ പറഞ്ഞു. അവിടെ അങ്ങനെ നിൽക്കാം. എനിക്കത് പറ്റിയില്ല. ഞാനത് പുറത്തിറങ്ങി നിന്നിട്ട് ഞാൻ വിളിക്കാനായിട്ട് ഒരു നാമമേ എനിക്ക് അറിയത്തുള്ളായിരുന്നു. അക്രൈസ്തവ കുടുംബത്തിലെ വിജാതീയ പശ്ചാത്തലത്തിലെ സുധാമണിയുടെയും വിജയന്റെയും മകൻ, മൂത്ത മകൻ ഓം പ്രകാശിനെ വിളിക്കാൻ ഒരു നാമമേ അറിയത്തുള്ളായിരുന്നു. ആ നാമം മനുഷ്യരെ പരിചയപ്പെടുത്തിയതല്ല, സമൂഹം പരിചയപ്പെടുത്തിയതല്ല. ആ നാമത്തിന്റെ ശക്തി നേരിട്ട് N7 213 ഇറങ്ങി വന്ന് നേരിട്ട് അനുഭവിച്ചത് കൊണ്ട് ആ നാമം വിളിച്ചു, യേശുവേ യേശുവേ, എൻ്റെ ഭാര്യനെ നീ ഒന്ന് പിടിച്ചോണേ, മാനസിക വിഭ്രാന്തി കൊടുക്കരുതേ, രക്ഷിക്കണേ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 430 ഖണ്ഡികയിൽ പറയുന്നു, യേശു എന്ന പദം ഹീബ്രു ഭാഷയിൽ അർത്ഥമാക്കുന്നത് രക്ഷിക്കുന്ന ദൈവമെന്നാണ്. അബോർഷൻ ചെയ്യാനായിട്ടുള്ള സാധനങ്ങളും എല്ലാം എടുത്ത് അസിസ്റ്റ് ചെയ്യാൻ ഡോക്ടേഴ്സ് വന്നു. ഞാനതിൻ്റെ പുറത്ത് നിൽക്കുന്നു. 1/2 മണിക്കൂർ കഴിഞ്ഞപ്പം ഒരു കൊച്ചിൻ്റെ വലിയ നിലവിളി ശബ്ദം കേട്ട് നേഴ്സുമാര് ചാടി പുറത്തിറങ്ങിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി വന്ന ഒരു നേഴ്സിന്റെ കൈ കയറി പിടിച്ചിട്ട് പറഞ്ഞ്, ചേട്ടന്റെ യേശു ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട് ചേട്ടാ, ചേട്ടന്റെ കൊച്ച് ഒരു പെൺകുഞ്ഞിന്റെ കരച്ചിലാണ് അകത്ത മുറിയുന്ന ചേട്ടൻ കേട്ടോണ്ടിരിക്കുന്നത്. കുട്ടി പറയാ, 8 മാസം 9 മാസമായിട്ട് പോലും പ്രസവിക്കുന്ന കൊച്ചു കരയുന്നതിലും ഒച്ചയിൽ ചേട്ടന്റെ കുഞ്ഞിന്റെ കരച്ചിലാ ചേട്ടൻ കേൾക്കുന്നത്. ഇറ്റ്സ് എ ബേബി ഗേൾ. ജീസസ് ഈസ് ഹിയർ, യുവർ ഗോഡ് ജീസസ് ഈസ് ഹിയർ. ഡോക്ടേഴ്സ് അങ്ങോട്ട് നടന്നു ഇങ്ങോട്ട് നടന്നു. നിങ്ങൾക്കറിയാവോ, ദുബായിലെ നിയമം അനുസരിച്ച് ഒരു കുഞ്ഞിന് ഡെലിവറി ആയി കഴിഞ്ഞാൽ മിനിമം 500 ഗ്രാമെങ്കിലും ഉണ്ടെങ്കിലേ ആ കുഞ്ഞിനെ ഇൻക്യുബേറ്റർ റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ദുബായിലെ നിയമമാണ്. ഡോക്ടർ പറഞ്ഞു, 500 ഗ്രാം പോലും ഭാരമില്ലാത്ത ഒരു ഇറച്ചി കഷ്ണമാണ് നിന്റെ ഭാര്യയുടെ ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞ് രൂപപ്പെട്ടു വന്നുകൊണ്ട് നീ അവളെ ശക്തിപ്പെടുത്തണം. ആ ഡോക്ടർ പഠിച്ചതിനപ്പുറം ദൈവമായ കർത്താവ് പ്രവർത്തിച്ച് കാണിച്ചിട്ട് പറഞ്ഞു, കർത്താവിന്റെ ദാനമാണ് മക്കൾ, ഉദരഫലം അനുഗ്രഹീതവും. മനുഷ്യൻ പദ്ധതികൾ വിഭാവന ചെയ്യുന്നു, അന്തിമ തീരുമാനം കർത്താവിൻ്റെതത്രേ. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും യേശു യേശുവേ എന്ന് വിളിക്കാൻ എൻ്റെ നാവ് പോലും പൊന്തുന്നില്ല മക്കളെ. ഒത്തിരി കരഞ്ഞ് കയ്യും കാലും ഒക്കെ വിറയ്ക്കുന്ന ഡോക്ടേഴ്സ് അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു. ICU ചെന്നിട്ട് NICU ചെന്നിട്ട് ഇൻക്യുബേറ്റർ ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞപ്പം എല്ലാ ഇൻക്യുബേറ്ററും ഫുള്ളാണ്. ഇൻക്യുബേറ്റർ ഇല്ല.
ആ ഡോക്ടർ വന്ന് പറഞ്ഞു, ഓം പ്രകാശ് ഒത്തിരി എക്സൈറ്റഡ് ആകണ്ട, കുഞ്ഞിന് 500 ഗ്രാം പോലും ഭാരമില്ലെങ്കിലും ഞങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റത്തില്ല, ദുബായ് പ്രോട്ടോക്കോളാണ്. 500 ഗ്രാമെങ്കിലും മിനിമം മേളിൽ ഭാരമുണ്ടെങ്കിൽ, മിനിമം 500 ഗ്രാംസ് ഉണ്ടെങ്കിൽ ഇൻക്യുബേറ്റർ റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് ഇവിടെ ഇൻക്യുബേറ്റർ എല്ലാം ഫുള്ളാണ്. പിന്നെ എന്തെങ്കിലും മാറാ രോഗങ്ങൾ, ഐസൊലേറ്റഡ് ആയിട്ടുള്ള കേസ് വരുമ്പോൾ ആ കുഞ്ഞുങ്ങളെ റിസീവ് ചെയ്യാനായിട്ടുള്ള ഒരു ഇൻക്യുബേറ്റർ ഉള്ളു. അതിനകത്തൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. എന്തായാലും പ്രതീക്ഷകളൊന്നും വെക്കണ്ട. പ്രിയമുള്ളവരെ, വെയിങ് മിഷൻ കൊണ്ടുവന്നു സീനിയർ ഡോക്ടേഴ്സ് ഉണ്ട്. ആലപ്പുഴയിലുള്ള ഒരു ഡോക്ടർ ഷാഫി എന്ന് പറഞ്ഞൊരു ഡോക്ടറായിരുന്നു, NICU. അവരെല്ലാം വന്നകത്ത് കയറി ആംബിളിക്കൽ കോഡെല്ലാം കട്ട് ചെയ്യുമ്പം ഞാൻ എൻ്റെ ഭാര്യയുടെ അടുത്ത് കൈക്ക് പിടിച്ചോണ്ടിരിക്കുക. കട്ട് ചെയ്ത് വെയിങ് മിഷനെ വെച്ചപ്പം ആ വെയിങ് മിഷൻ കാണിച്ചു കൊടുത്തു, കറക്റ്റ് 500 ഗ്രാം. പതിനൊന്ന് ദിവസം സന്തോഷത്തോണ്ടായിരുന്നു. ഇറ്റ്സ് എ ബേബി ഗേൾ. ക്രൈസ്തവ കുടുംബത്തിലെ വിജാതീയരായിരുന്ന ഓംപ്രകാശും അനിലയും ദൈവസന്നിധിയിൽ മുട്ടുമടക്കാൻ തക്കവണ്ണം ദൈവസ്വരത്തിന് സമയം കണ്ടെത്തി വചനം വായിക്കാൻ കൊടുത്ത സമയം മാനിച്ച് എല്ലാ തീരുമാനങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് ദുബായ് നിയമത്തിനനുസരിച്ച് 500 ഗ്രാം ഭാരമുള്ളൊരു കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ തന്നു. എല്ലാവരും ഇട്ടു പേര് പ്രാർത്ഥന മേരി. 500 ഗ്രാം ഭാരമുള്ള ഒരു പെൺകുഞ്ഞ്. പ്രാർത്ഥന. നിങ്ങൾക്കറിയാമോ പ്രിയപ്പെട്ടവരെ, 11 ദിവസം ഇൻക്യുബേറ്റർ ഉണ്ടായിരുന്നു. അബോർഷൻ ചെയ്യാൻ എടുത്ത ടേബിളിൽ നിന്ന് ഡെലിവറി കഴിഞ്ഞ് വെയിങ് മിഷനെ വെയിറ്റ് നോക്കി ഈ കുഞ്ഞിനെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള കേസുകൾ റിസീവ് ചെയ്യുന്ന ഇൻക്യുബേറ്ററിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ നോക്കുമ്പം കറക്റ്റ് സമയത്ത് ആ ഹോസ്പിറ്റൽ ഒരു പുതിയ ഇൻക്യുബേറ്റർ സ്വർഗം കൊണ്ടുവന്നു. ആ ഇൻക്യുബേറ്ററിൽ കുഞ്ഞിനെ വെച്ചിട്ട് NICയിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ നേരത്ത് 8 ആൺകുഞ്ഞുങ്ങൾക്കിടയിൽ ഒരു പെൺകുഞ്ഞ്. 11 ദിവസം രാവിലെ ഭാര്യയുടെ കൈക്ക് കയറി പിടിച്ച് ദൈവമേ യേശുവേ യേശുവേ എന്ന് പറഞ്ഞ്, മക്കളെ പട്ടിണിയുടെയും ദാരിദ്ര്യത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ബസ്സിന് കയറി ലത്തീഫ ഹോസ്പിറ്റലിൽ വന്ന് NIC വന്ന് കുഞ്ഞിൻ്റെ അടുത്ത് നോക്കുമ്പം ഒരുപാട് ജപമാല, ഒരുപാട് കരുണയുടെ ചിത്രം, ഒരുപാട് ഈശോയുടെ രൂപമെല്ലാം ഇൻക്യുബേറ്ററിൽ കാണുന്നുണ്ടായിരുന്നു. 10ാമത്തെ ദിവസം എല്ലാം കഴിഞ്ഞ് തിരികെ പോകാൻ നേരത്തെ ഒരു അറബിക് ലേഡി അവിടെ നിന്ന് വാവിട്ട് കരയുന്നത് കണ്ടു. അതിനെ വിളിച്ചുകൊണ്ട് പോയി. ഞാൻ എൻ്റെ ഭാര്യയുമായിട്ട് പുറത്തോട്ടിറങ്ങി. ഹോസ്പിറ്റലിൻ്റെ പുറത്തോട്ടിറങ്ങാൻ നേരത്ത് ഒരു അറബി ലേഡി, ഒരു 8-10 അറബികളുടെ ഇടയ്ക്ക് നിന്ന് വാവിട്ട് കരയുകയാണ്. ഞാൻ എൻ്റെ വൈഫിനോട് ചോദിച്ചു, എന്നാ അനില അത്? അനുചേട്ടാ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞ് കിടക്കുന്ന ഇൻക്യുബേറ്ററിൻ്റെ അപ്പുറമുള്ളൊരു കുഞ്ഞിൻ്റെ അമ്മയാണ്. പ്രീഷ്യസ് പ്രഗ്നൻസിയാണ്, മക്കളില്ലാതിരുന്നവരാണ്. അവർക്ക് അങ്ങനെ ഒരു ആൺകുഞ്ഞിനെ കിട്ടിയതാണ്. 800 ഗ്രാം ഭാരമുണ്ട്. ആ കൊച്ചിന് സെറിബ്രൽ ഹെമറേജ് ആണ്, തലച്ചോറിനകത്ത് ബ്ലീഡിംഗ് ആണ്. ഡോക്ടർ ഷാഫി വന്നിട്ട് മരിച്ചു പോകുമെന്ന് പറഞ്ഞു. നമ്മുടെ കുഞ്ഞിനെ നോക്കുന്ന സിസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞു, ആ കൊച്ചിൻ്റെ അമ്മയാണ് ആ നിൽക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ അനുഭവിച്ച യേശുവിനെ എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. എൻ്റെ കൈക്ക് വന്ന് എന്നെ പിടിച്ചിട്ട്, മോനെ നീ വലിക്കരുത്, നീ കുടിക്കരുത് എന്ന് പറഞ്ഞ് ദൈവസ്നേഹത്തെ വന്ന് പിടിപ്പിച്ച ദൈവശക്തി എന്നെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ അവിടെ പറഞ്ഞു, അനില നീ ഇവിടെ നിൽക്ക്, ഞാൻ ആ ലേഡിയോടൊന്ന് സംസാരിച്ചിട്ട് വരാം. ആ മകളുടെ അടുത്ത് ചെല്ലുമ്പം 9 അറബികളുണ്ട്, 2-3 ലേഡികളുണ്ട്. അറബിക് കന്തോറയിട്ടിരിക്കുന്ന ആ മകൾ നിന്ന് കരയാണ്. ദൈവത്തിൻ്റെ ശക്തി അനുവദിച്ചു സംസാരിക്കാൻ. ഞാൻ പറഞ്ഞു, സിസ്റ്റർ ഡോണ്ട് വറി, മൈ ബേബി ഈസ് ഓൺലി 500 gram. My baby is only 500 gram weight. She is also in incubator. Your baby boy is 800. Don't worry, I will pray for you. My Jesus will heal your baby. എനിക്കറിയാവുന്ന യേശു സിസ്റ്ററിന്റെ കുഞ്ഞിനെ തൊട്ട് സുഖപ്പെടുത്തും. കരയരുത്. പ്രിയപ്പെട്ടവർ, അവിടെ നിന്ന് അറബികളെല്ലാം എന്നെ സൂക്ഷിച്ച് നോക്കി. ഒരു അറബി വന്ന് എന്നെ ഇങ്ങനെ തട്ടി. ആ സിസ്റ്റർ കരച്ചിൽ നിർത്തിയിട്ട് എന്നോട് ഇങ്ങനെ കാണിച്ചു. ഞാൻ തിരിച്ചു പോകുമ്പോൾ എൻ്റെ ഭാര്യയുടെ കയ്യിലിരുന്ന് പറഞ്ഞു, ജിയാന, നമ്മുടെ കുഞ്ഞിനെ സേവ് ചെയ്ത കർത്താവ് ആ കൊച്ചിനെ സേവ് ചെയ്യണം. ഇന്ന് രാത്രി നിന്ന് പ്രാർത്ഥിക്കണം. നീ കടന്നോ, ഞാൻ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചോളാം, നീ കടന്നോണം. രാത്രി മുഴുവൻ N7 213 വ്യാഴാഴ്ച ദിവസം 27-ാം തീയതി എൻ്റെ ഭാര്യ കട്ടിലിൽ കിടന്നുകൊണ്ട് അബോർഷൻ ചെയ്യാനെടുത്ത ടേബിളിൽ നിന്ന് വിളിച്ച പോലെ യേശുവേ 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 എന്ന് വിളിച്ചു. പ്രിയമുള്ളവരെ, ഈശോയുടെ ചിത്രത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ നിലവിളിച്ചു, കർത്താവേ, എൻ്റെ കുഞ്ഞിനെ തൊട്ട ദൈവമേ, എന്നെ തൊട്ട ദൈവമേ, ആ കൊച്ചിനെ NIC വന്ന് സുഖപ്പെടുത്തണമേ. രാവിലെ 7:15 വരെ
അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. ഉറങ്ങിയിട്ടില്ല. ഞാനത് കഴിഞ്ഞ് എൻ്റെ ഭാര്യയും കൂട്ടി 8:30 ഞാൻ ലത്തീഫ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പം ഞങ്ങൾ കാണുന്ന കാഴ്ച, എൻ്റെ കുഞ്ഞ് മരിച്ചു കിടക്കുന്ന. ജിയാനെ, അനില, ഡോണ്ട് വറി, എൻ്റെ കുഞ്ഞ് മരിച്ചുപോയി. വാവിട്ട് കരയാൻ പോലും പറ്റാതെ, ഒരു ദറംസ് പോലും പോക്കറ്റിലെടുക്കാതെ ലത്തീഫ ഹോസ്പിറ്റലിൻ്റെ വാതുക്കൽ എൻ്റെ ഭാര്യയുടെ കരം പിടിക്കുമ്പം കാണുന്നൊരു ദൈവമുണ്ടായിരുന്നു, യേശു. കർത്താവേ, എൻ്റെ ഭാര്യയ്ക്ക് മാനസിക രോഗമൊന്നും കൊടുക്കരുതേ, അങ്ങ് കൈക്ക് പിടിച്ചോണേ എന്നും പറഞ്ഞ് ഞാൻ ഇൻക്യുബേറ്ററിൻ്റെ അടുത്ത് ചെന്ന് കഴിയുമ്പം എൻ്റെ പ്രാർത്ഥന മേരി മരിച്ചു കിടക്കുക. അവിടെ പ്രൊസീജിയറൊക്കെ ചെയ്ത് മോർച്ചറി കൊണ്ടുവെക്കാൻ ചെന്ന് കഴിഞ്ഞപ്പം ആ ഒരു കാഴ്ച കാണാൻ പറ്റാൻ ആരുമില്ലായിരുന്നു. എൻ്റെ ഭാര്യനെ കൊണ്ട് തന്നെ ഒരു വെള്ള തുണിയിൽ 500 ഗ്രാം ഭാരമുള്ള ആ പെൺകുഞ്ഞിൻ്റെ ശരീരം യേശു അവളെ കൊണ്ട് പാക്ക് ചെയ്യിപ്പിച്ചു. പ്രിയമുള്ളവരെ, ആ കൊച്ചിനെ അവിടെ കൊണ്ട് മോർച്ചറി കൊടുത്തിട്ട് ഞാൻ എൻ്റെ ഭാര്യയും ചേർത്ത് പിടിച്ചിട്ട് ആ പാർക്കിങ്ങിലൂടെ നടന്നു വരാൻ നേരത്ത് ഒരു അറബിക്ക് ലേഡി അങ്ങ് ദൂരത്തെ നിന്ന് ബ്രദർ, ഡിയർ ബ്രദർ പറഞ്ഞ് ഓടി വന്നു. എന്നിട്ട് എൻ്റെ കൈക്ക് കയറി പിടിച്ചിട്ട് ആ പാർക്കിൽ നിന്നിട്ട് പറയുകയാണ്, ബ്രദർ, യുവർ ഗോഡ് ഹീൽഡ് മൈ ബേബി. നിന്റെ ദൈവം എൻ്റെ കുഞ്ഞിനെ സുഖപ്പെടുത്തി, എൻ്റെ ആൺകുഞ്ഞിനെ നീ പറഞ്ഞതുപോലെ സുഖപ്പെടുത്തി. എൻ്റെ കൊച്ചിന് ബ്ലീഡിങ് എല്ലാം നിന്നു. ഡോക്ടർ പറഞ്ഞു, താങ്ക് യു ഫോർ യുവർ പ്രയർ, താങ്ക് യു ഫോർ യുവർ പ്രയർ, താങ്ക് യു ഫോർ യുവർ പ്രയർ. എന്നിട്ട് ആ നാവില് അവരെന്നോട് ചോദിച്ചു, ഹൗ ഈസ് യുവർ ബേബി ഗേൾ? ഞാൻ പറഞ്ഞു, ഷീ ഈസ് നോ മോർ, ഷീ ഈസ് നോ മോർ, ഷീ ഈസ് നോ മോർ. സങ്കീർത്തനം 68:28 വചനം പറയുന്നു, മക്കളെ, എൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്ത ദൈവമേ, അങ്ങയുടെ ശക്തി ഇവിടെ പ്രകടമാക്കണമേ, ഇവിടെ പ്രകടമാക്കണമേ. എൻ്റെ ഭാര്യ എല്ലാം തുറന്ന് മാനസികമാകുന്ന തകർച്ചയിലോട്ട് പോയി നോർത്ത് ആയിരിക്കുന്ന അവസരം ആ പാർക്കിംഗ് വെച്ച് അവൾ എൻ്റെ കൈക്ക് കയറി പിടിച്ചിട്ട് എന്നോട് പറയുകയാണ്, അനുചേട്ടാ, ഡോണ്ട് വറി, ഡോണ്ട് വറി. യേശു നമുക്ക് വീണ്ടും കൊച്ചിനെ തന്നാലും നമ്മൾ ഹല്ലേലൂയ പറയൂ അനുചേട്ടാ. കൊച്ചിനെ തന്നിട്ടില്ലെങ്കിലും നമ്മൾ ഹല്ലേലൂയ പറയൂ അനുചേട്ടാ. കൊച്ചിനെ തന്നിട്ട് ഇതുപോലെ വീണ്ടും എടുത്താലും we will say hallelujah. പറയും അനുചേട്ടാ, പറയും. നിങ്ങൾക്കറിയാം പ്രിയപ്പെട്ടവരെ, അന്ന് മുതൽ യേശുവിനെ എന്നെക്കാളും നേരത്തെ കണ്ടുമുട്ടി എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, ഇങ്ങനെ വേണം പ്രാർത്ഥിക്കാൻ. കർത്താവേ, ഞങ്ങൾക്ക് മക്കളില്ലെങ്കിലും we want your children. ഞങ്ങൾക്ക് 2 പേർക്കും നിന്റെ മക്കളാകണം. ജ്ഞാനസ്നാനത്തിലൂടെ നിന്റെ മകനും മകളുമാകണം ഈശോയെ. ഇത് മാത്രമേ പ്രാർത്ഥിച്ചിട്ടുള്ളായിരുന്നു. 2012 7/7 ദുബായ് സെന്റ് മേരീസ് ദേവാലയത്തിന് അനുഗ്രഹിക്കപ്പെട്ട സുദിനത്തിന് സ്വർഗം തുറന്ന്, ഹി ഈസ് മൈ ബിലവഡ് സൺ, ഇതെന്റെ പ്രിയപ്പെട്ട മകൻ ജോൺ പോൾ, ഇതെന്റെ മകൾ ജിയന്ന. ഇന്ന് സുവിശേഷം പ്രസംഗിക്കുന്നുവെങ്കിൽ അതിലെനിക്ക് അഹംഭാവത്തിന് വകയില്ല. അതെന്റെ കടമയാണ്. പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. സ്വമനസ്സാ ഞാനിത് ചെയ്യുന്നുവെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട്, എനിക്ക് പ്രതിഫലമുണ്ട്. ക്രിസ്തുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് മക്കളില്ല, മറിച്ച് യേശുവിൻ്റെ മകനാകാനുള്ള ഭാഗ്യം ഇന്ന് കഴിഞ്ഞ 1-ാം തീയതി ഈ സമാഗമ കൂടാരത്തിലേക്ക് നിങ്ങളെ വിളിച്ച് കൂട്ടിയ ദൈവം യേശു എന്നെ അനുവദിച്ചു യേശുവിൻ്റെ മകനാകാൻ. അക്രൈസ്തവ കുടുംബത്തിലെ വിജാതീയ പശ്ചാത്തലത്തിലെ യേശു അനുഭവം അറിയാത്ത ഒരു ഓം പ്രകാശ് എന്ന് പറയുന്ന മകനെ യേശു ഇത്രത്തോളം സ്നേഹിച്ച് ഒരുപാട് സഹനത്തിന്റെ തീച്ചുള്ള നടത്തി കൈ വെള്ളെ കൊണ്ട് നടക്കുമ്പോൾ, മക്കളെ, ജ്ഞാനസ്നാനം സ്വീകരിച്ച തലമുറകളായിട്ട് യേശുവിന്റെ പൊന്നോമന പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളിലൂടെ എന്തുമാത്രം ദൈവശക്തി ഈ ദേശം കാണാനിരിക്കുന്നത്, ഈ ദേശം എന്തുമാത്രം പേര് ദൈവജനം എന്ന് വിളിക്കപ്പെടാനിരിക്കുന്നു, നിങ്ങളുടെ കരങ്ങളുടെ എത്രത്തോളം വലിയ അത്ഭുതങ്ങള് പ്രവർത്തിക്കാനിരിക്കുന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കണ്ണുകളെല്ലാം ഒന്ന് അടച്ച മക്കളെ. സങ്കീർത്തനം 68:28 എൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്ത ദൈവമേ, അങ്ങയുടെ ശക്തി പ്രകടമാക്കണമേ. ബർത്തമിയോ വിളിച്ചപ്പം നിന്ന ദൈവമേ,
ഇവനെ വിളിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ചേർത്ത് വിളിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് തരണമെന്നാണ് ചോദിച്ച ദൈവമേ. 12 വർഷക്കാലം രക്തസ്രാവ നിമിത്തം കഷ്ടപ്പെട്ടവള് നിന്റെ വസ്ത്രത്തിന്റെ വിളമ്പിൽ തൊടാൻ ആഗ്രഹിച്ച ആ മകളെ മാനിച്ചുകൊണ്ട് നിന്നിൽ നിന്ന് പുറപ്പെട്ട ശക്തി എന്നതുപോലെ കർത്താവെ, നിന്റെ സമാഗമ കൂടാരത്തിൽ നീ വിളിച്ച മക്കളെ കർത്താവെ, ഇവിടുന്ന് വലിയ അഭിഷേകത്തിന് കർത്താവെ അനേകം അക്രൈസ്തവ കുടുംബത്തിലെ ഓം പ്രകാശന്മാരുടെ ചെങ്ങല പൊട്ടിച്ച് പുറത്തു കൊണ്ടുവരാൻ അഭിഷേകം ചെയ്യണമേ. പൗലോസ്ലീഹ റോമാ സഭയ്ക്ക് ലേഖനം 13-ാം അധ്യായം 11, 12, 13, 14, 15, 16 വചനം പറയുന്നു, നിദ്ര വിട്ടുണരേണ്ട മണിക്കൂറുകളാണിത്. എന്നാൽ ഇപ്പോൾ രക്ഷ നമ്മൾ ആരും പ്രതീക്ഷിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. ആകയാൽ അന്ധകാരത്തിന്റെ പ്രവർത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിക്കുവിൻ. സുഖലോലുപതിയിലും മദ്യലഹരിയിലും അവിഹിത വീഴ്ചകളിലും കലഹങ്ങളിലും അസൂയകളിലും വ്യാപരിക്കരുത്. പ്രത്യുത കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കുവിൻ. ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെ പറ്റി ചിന്തിക്കാതിരിക്കുവിൻ. God is love. ബർത്തമിയെ തൊട്ട ദൈവം, 12 വർഷക്കാലം രക്തസ്രാവ നിമിത്തം കഷ്ടപ്പെട്ടവളെ മാനിച്ച ദൈവം, വിജാതി അക്രൈസ്തവ കുടുംബത്തിലെ ഓം പ്രകാശിനെ, അക്രൈസ്തവ കുടുംബത്തിലെ അനില വിളിച്ച യേശുവെ അങ്ങ് മാനിച്ചപ്പം അങ്ങയുടെ ജനത്തിന്റെ മുമ്പിൽ വിടായിരിക്കാൻ നീ കൂട്ടിക്കൊണ്ട് വന്നപ്പം നിന്റെ ശക്തി പ്രകടമാക്കിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, വചനത്തിന്റെ അമ്മേ മാതാവേ, ഈ സമയങ്ങളിലെല്ലാം അമ്മ ഈ പ്രിയപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഇവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ട മക്കളായി രാജ്യങ്ങൾ കീഴടക്കാൻ അമ്മേ മാതാവി മക്കളെ എല്ലാം അഭിഷേകം ചെയ്യുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ആരാധിക്കാം, നമുക്കാരാധിക്കാം, ആത്മാവിശക്തിയോട് ആരാധിക്കാം. ശക്തിയോടെ കരങ്ങളടിച്ച് ആരാധിക്കാം, നമുക്കാരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, ആത്മാവിശക്തിയോട് ആരാധിക്കാം. എല്ലാവരും ആരാധിക്കാം, നമുക്കാരാധിക്കാം, ആത്മാവിശക്തിയോട് ആരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, ആത്മാവിശക്തിയോട് ആരാധിക്കാം. എല്ലാം മറന്ന കർത്താവിനെ ആടിപ്പാടി ആരാധിക്കണം. സർവശക്തനായ ദൈവം നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. പാപത്തെ എല്ലാം കഴുകി വിശുദ്ധീകരിച്ച് അവിടുന്ന്, പാപത്തിൻ്റെ കറകളിൽ നിന്നെല്ലാം നമ്മെ മോചിപ്പിച്ച് അവിടുന്ന് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മെ നിറയ്ക്കാൻ, പ്രിയപ്പെട്ട മകനെ മകളെ, ഈ രാത്രിയിൽ നിന്നെ പുതിയ സൃഷ്ടിയാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നു. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി അതരം തുറന്ന് ഹൃദയം തുറന്ന് ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അത്യുന്നതനായ ദൈവമേ, സർവശക്തനായ ദൈവമേ, സർവാധിപനായ ദൈവമേ, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ദൈവമേ, എല്ലാറ്റിനെയും പരിപാലിക്കുന്ന നിയന്ത്രിക്കുന്ന ദൈവമേ, ഈ ആലയത്തിൽ അങ്ങയുടെ ശക്തി നിറയണമേ. ദിവ്യ കാരുണ്യത്തിൽ നിന്ന് ശക്തി ഒഴുകണമേ. ഈ ആലയത്തിൻ്റെ ഏറ്റവും മുൻപിൽ മുതൽ പിൻഭാഗം വരെ കർത്താവെ നിന്നെ ആരാധിക്കാൻ ഒരുമിച്ച് കൂടിയ ഈ മക്കളുടെ മേൽ പരിശുദ്ധനായവൻ്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കണമേ. ലൂക്ക 6:19 അവൻ്റെ ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ടു, എല്ലാവരെയും സുഖപ്പെടുത്തി. 2 കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കട്ടെ, ഈശോയേ. ആരാധനയ്ക്ക് യോഗ്യര്, സർവശക്തനായവര്, ഉച്ചത്തിൽ വിളിക്കട്ടെ, ഈശോയേ. കരങ്ങളടിച്ച്
ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ നിത്യസ്തുതിച്ചിടും ഞാൻ. ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ നിത്യസ്തുതി. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് ആരാധനയ്ക്ക് യോഗ്യനെ, ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. 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 സർവശക്തനായ ദൈവമേ, ഈശോ മിശിഹായുടെ പരിശുദ്ധ നാമത്തിൽ ഈ ആലയത്തിന്റെ മേൽ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. സ്വർഗീയ പിതാവേ, അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഈ ആലയത്തിന്റെ മേൽ അയക്കണമേ. ഓരോ മകന്റെ മേലും മകളുടെ മേലും കർത്താവിന്റെ ശക്തി വന്ന് നിറയണമേ. കർത്താവേ, എടുത്തു മാറ്റാനാവാത്ത തിന്മയുടെ സ്വാധീനങ്ങളുടെ മേൽ, എടുത്തു മാറ്റാനാവാത്ത പാപത്തിന്റെ ശക്തികളുടെ മേൽ, ദുരാസക്തികളുടെ മേൽ, തഴക്കദോഷങ്ങളുടെ മേൽ, തിന്മയുടെ പാപസ്വാധീനങ്ങളുടെ മേൽ ദൈവമേ, ഓരോ മകന്റെ മേലും മകളുടെ മേലും ഈശോ മിശിഹായുടെ കുരിശുമരണത്തിന്റെ പീഡാനുഭവത്തിന്റെ ഉത്ഥാനത്തിന്റെ അനന്തമായ യോഗ്യതകളാൽ ഇപ്പോൾ ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വ്യാപരിക്കണമേ. ഉച്ചത്തിൽ വിളിക്കട്ടെ ഈശോയേ. എല്ലാ മക്കളും ഒട്ടുമേ നിൽക്കാം. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് അനവധിയായ ദാനങ്ങളും അനുഗ്രഹങ്ങളും കൃപകളും നമ്മുടെ മേൽ വാരിക്കോരി ചൊരിയുന്ന വലിയൊരു ആശീർവാദത്തിൻ്റെ സമയമാണിത്. കുമ്പസാരിച്ച് നമ്മെ തന്നെ വിശുദ്ധീകരിച്ച് ഈശോയുടെ സ്വന്തമാകാൻ തീരുമാനമെടുത്ത് ഓർമ്മയിലുള്ള എല്ലാ പാപങ്ങളും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഈശോയുടെ ആ മഹാസ്നേഹത്തെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്ന മകനെ മകളെ കർത്താവ് ഈ ആശീർവാദം തരുന്നത് അബ്രഹാമിനോട് പറഞ്ഞതുപോലെ നിന്നെ ഒരു അനുഗ്രഹമാക്കാനാണ്, അനുഗ്രഹത്തിൻ്റെ അവകാശിയായി നിന്നെ മാറ്റാനാണ്. ലോകത്തിൻ്റെ അതിർത്തികളോളം നിന്നെ ഒരു അനുഗ്രഹമായി ഉയർത്തി നിർത്താനാണ് കർത്താവ് ഈ ആശീർവാദം തരുന്നത്. കരങ്ങൾ കൂപ്പി കണ്ണടച്ച് കർത്താവിൻ്റെ സന്നിധി പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവാദം തരുമ്പോൾ രണ്ട് കരങ്ങൾ യേശുവിലേക്ക് നീട്ടിപ്പിടിച്ച് എത്രത്തോളം നിങ്ങൾ കൃപ ആഗ്രഹിക്കുന്നു അത്രത്തോളം ഈശോയുടെ വലിയ സ്നേഹം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, 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 പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന.